സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 202 വീട്ടുപ്രസവങ്ങൾ നടന്നതായും 9 നവജാത ശിശുക്കൾ മരിച്ചതായും വിവരാവകാശ രേഖ. കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രം 14 വീട്ടുപ്രസവങ്ങളാണുണ്ടായത്. ഇതിൽ 3 നവജാത ശിശുക്കൾ മരിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് നൽകിയ വിവരാവകാശ അപേക്ഷയിലെ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2019 മുതൽ 2026 ജനുവരി വരെ 3369 വീട്ടുപ്രസവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. 2025 ജനുവരി മുതൽ 2026 ജനുവരി വരെ തിരുവനന്തപുരം 20, കൊല്ലം 8, പത്തനംതിട്ട 2, ആലപ്പുഴ 8, കോട്ടയം 3, ഇടുക്കി 27, എറണാകുളം 16, തൃശൂർ 10, പാലക്കാട് 15, മലപ്പുറം 50, കോഴിക്കോട് 11, വയനാട് 17, കണ്ണൂർ 10, കാസർഗോഡ് 4 എന്നിങ്ങനെയാണ് വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2021-22 1, 2022-23 4, 2023-24 4, 2024-25 12, 2025 ജനുവരി മുതൽ ഡിസംബർ വരെ 6, 2026 ജനുവരി മാത്രം 3 നവജാത ശിശുക്കൾ വീട്ടുപ്രസവത്തിൽ മരിച്ചതായും വിവരാവകാശ മറുപടിയിൽ പറയുന്നു. ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീട്ടുപ്രസവങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഫലമുണ്ടാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് വീട്ടുപ്രസവങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ ഹൈക്കോടതി മുഖേന നിയമപോരാട്ടം തുടരുന്ന മലപ്പുറം ജില്ലയിലെ താനൂർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ കെ പ്രതിഭ പറഞ്ഞു. വീട്ടുപ്രസവങ്ങൾക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ തദ്ദേശ വകുപ്പ് കഴിഞ്ഞ വർഷം സർക്കുലർ പുറപ്പെടുവിച്ചത് ഡോക്ടർ കെ പ്രതിഭ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നായിരുന്നു.